ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ സിമ്പിളായി നമ്മുടെ അടുക്കള തോട്ടത്തിൽ പയർ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ പ്രധാനമായിട്ട് ഉറുമ്പിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ തുരത്താമെന്നുള്ളതും, അതുപോലെ തന്നെ പയർ വള്ളി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കും. ഇത് കണ്ടു, ഇത് നമ്മുടെ അർക്കമംഗള പയറാണ്. ഇത് നമ്മുടെ ആദ്യത്തെ കന്നിക്കായ്വുകളാണ്. ഇതിനകത്ത് 1-2 എണ്ണം നമുക്ക് വിളവ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത പയർ നടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. കണ്ടോ. അപ്പോൾ ഇതുപോലെ പന്തലിൽ കയറ്റിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ് കുത്തി കൊടുത്തോ, അല്ലെങ്കിൽ നമ്മളിതുകൊണ്ട് അവിടെ വല വിരിച്ചിട്ടുണ്ട്, അതുപോലെ വലയിലൊക്കെ കയറ്റി കൊടുത്തോ ഒക്കെ നമുക്ക് പയറിനെ വളർത്താവുന്നതാണ്. അത്യാവശ്യം കുറച്ച് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണമെന്നേ ഉള്ളൂ. അതുപോലെ ഗ്രോ ബാഗിലാണ് ഇവിടെ നട്ടിട്ടുള്ളത്. ഗ്രോ ബാഗിലും തറയിലും ഒക്കെ ആയിട്ട് നമുക്ക് വളർത്താം. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യമേ ബേസായിട്ടെന്ന് പറയാം, നമ്മളിത് ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. വിത്ത് മുളപ്പിച്ചാണ് നമ്മൾ തൈയാക്കി 4-5 ഇല പരുവായപ്പോൾ പറിച്ച് നടുകയായിരുന്നു. അടിവളമായിട്ട് ഇളക്കമുള്ള മണ്ണിൽ കുറച്ച് കരിയില കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയും കൂടെ കൊടുത്തിട്ടാണ് നമ്മളിതിനെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും കൃഷി ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, എങ്ങനെയൊക്കെ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനുള്ള കീടങ്ങളുടെ ശല്യം കാരണം പല ആളുകൾക്കും നിരാശ അനുഭവപ്പെടാറുണ്ട്. നമുക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെയും കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ. ഇത് അർക്കമംഗള പയറാണ്. ഫോള പയർ, റീൻ മീറ്റർ പയർ, ബുള്ളറ്റ് പയർ, റോക്കറ്റ് പയർ, അതുപോലെ എല്ലാ തരം കുറ്റിപ്പയർ, പച്ച, ചുമപ്പ്, വെള്ള കുറ്റിപ്പയറുകൾ, എല്ലാത്തിൻ്റെയും തന്നെ മീറ്റർ പയറുകൾ, ഇങ്ങനെ 20-ലധികം പയർ വിത്തുകൾ നമ്മളുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം. കാറ്റലോഗ് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. 200-ലധികം പച്ചക്കറി വിത്തുകൾ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വളമൊക്കെ കൊടുത്ത് നമ്മളെ പടർത്തി ഇതുപോലെ കായകളൊക്കെ ആക്കി വരുമ്പോഴത്തേനുള്ളൊരു പ്രധാന പ്രശ്നം കീടങ്ങളുടെ ശല്യമാണ്. പ്രധാനമായിട്ടും പയറിൽ ഉറുമ്പിൻ്റെ ശല്യം വരും. അപ്പോൾ അതിന് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം, ഇതിൽ ഉറുമ്പ് വന്ന് തുടങ്ങി. ഇനി ഈ ഉറുമ്പിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് ജൈവ രീതിയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഉറുമ്പിൻ്റെ ശല്യം തുടങ്ങിയാൽ ഉറുമ്പ് മുഞ്ഞ കൊണ്ടുവരും. ചെടിയിലെല്ലാം ബാധിക്കും, കരിമുഞ്ഞയാകും, ഇലകളെല്ലാം ഡാർക്ക് കളറാകും, അങ്ങനെ ചെടി നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇപ്പോൾ പരീക്ഷിച്ചതാണ്, സക്സസ് ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇതേ കണ്ടോ, ഇവിടെ നമ്മൾ ചിരട്ടയ്ക്കകത്ത് ജമ്പും പഞ്ചസാരയും കൂടെ അതിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ചെടിയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ചിരട്ടയിൽ മാറ്റി പന്തലിൻ്റെ ഒരു കോർണറിൽ നമ്മൾ ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഉറുമ്പ് ശല്യം കുറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ജമ്പ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറുമ്പ് പൊടി പണ്ട് തൊട്ടേ ആളുകൾ ഉപയോഗിക്കുന്ന ഇതുപോലെ ചിരട്ടയിലൊക്കെ മാറ്റി ഇങ്ങനെ കെട്ടി തൂക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉറുമ്പ് കയറി വരുന്ന സ്ഥലം നോക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിൽ നിന്നും മുഞ്ഞയിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും. ഇതൊന്നും നമ്മുടെ പച്ചക്കറികളിൽ നേരിട്ട് ഉപയോഗിക്കുന്നില്ല. ശല്യം സഹിക്ക വയ്യാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടോ, ഇത് നമ്മൾ അടുത്ത സെക്ഷൻ മീറ്റർ പയറാണ്. അടുത്ത സെക്ഷൻ നടാൻ വേണ്ടിയിട്ട് മുളപ്പിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അതുകൊണ്ട് ഇത്രയായി. ഇപ്പോൾ ഇതിന് കീടശല്യം ഒന്നുമില്ല, കണ്ടോ. അപ്പം നമ്മൾ ഇത് പറിച്ച് നട്ട് കഴിയുമ്പോൾ നമ്മൾ അടിവളം എല്ലാം കൊടുത്ത് ഇതിനെ നട്ട് കഴിഞ്ഞ് ഒരു 3 ദിവസം ആകുമ്പോൾ തന്നെ വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ചുരുടിപ്പോ മുരടിപ്പോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. കീടങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഫ്രഷായിട്ടുള്ള ചെടിയിൽ കീടങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് തൊട്ടേ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീടശല്യം കുറച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമേ. ഇത് വലിയ രീതിയിലൊന്നും അല്ല നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിൽ നമുക്ക് വേണ്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്തതാണ് നമ്മൾ. പിന്നെ പയറിൻ്റെ വേറൊരു ചെറിയ ടിപ്പ് പറയാം. ഇത് കണ്ടോ, ഈ ഗ്രോ ബാഗിൽ നമ്മളിങ്ങനെ നട്ടു. ഇങ്ങനെ പന്തലിൽ ഇവിടെ കയറുന്നിടം വരെ നമ്മളുടെ ഈ ചെടിയിൽ ഇലകളില്ല, കണ്ടോ. ഇതുപോലെ പന്തലിൽ കയറി കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അതേ കാണിച്ചു തരാം. ഇനി അറ്റത്തുനിന്നല്ല, ഈ ഇലകൾ മാത്രമായിട്ട് ഇതേണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ ഇതിനെല്ലാം കിട്ടുകയും ചെയ്യും. എന്നിട്ട് നല്ല രീതിയിൽ വിളവും ലഭിക്കും. പന്തലിൽ കയറി കഴിഞ്ഞാലും ഒരുപാട് ഇലച്ചിലുണ്ടെങ്കിൽ ഒരു 3-4 ഇല വന്നതിന് ശേഷം അടുത്ത 5-മത്തെയോ അല്ലെ 4-മത്തെയോ ഇല ഇതുപോലെ നുള്ളി ഇതിനെ ഫ്രീ ആക്കി കൊടുക്കണം. നല്ല രീതിയിൽ വെട്ടവും വെളിച്ചവും ഇതിനകത്ത് കിട്ടണം. അങ്ങനെ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുവേ. അതുപോലെ ഈ ബാക്കി വരുന്ന ഇല നമുക്കൊന്ന് തോരൻ വെക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം.
ഇതിനകത്ത് നിറച്ച് നൈട്രജൻ്റെ കണ്ടൻറ്റ്, അതുകൊണ്ട് ഇത് നല്ലൊരു വളം കൂടിയാണ്. ഇതുപോലെ തന്നെ പാവലിനും നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം. പന്തലിലോട്ട് കയറി കഴിയുമ്പോൾ ഇലയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അപ്പം നിങ്ങളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊന്ന് പരീക്ഷിച്ച് നിങ്ങളുടെ അടുക്കളത്തോട്ടം വൻ വിജയമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.